ഈ ഒരു വീഡിയോയില് ക്യുസാറ്റ് കാറ്റിന് എത്ര റാങ്ക് വന്നാൽ എത്ര മാർക്ക് വരും, ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതൊക്കെ ഒരു ഗസ്സാണ്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനും അത് കൂടുതൽ തിരക്കിയത്. ഒന്ന് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പൊ അത് തെറ്റാം, പക്ഷെ അത് ഏകദേശം കറക്റ്റ് ആവും എന്നാണ് എൻ്റെ ഒരു ഗസ്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ശരിയാണെന്ന് പറയല്ല. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ 400 തൊട്ട് 500 റാങ്ക് വന്ന ഒരു 3-4 പേർക്ക് ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ എഴുതി. അപ്പൊ അവർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏകദേശം ഒരു 150, പക്ഷെ 150 മുകളിൽ എന്തായാലും എഴുതി കാണത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് അവർ ഷുവർ പറഞ്ഞത് രണ്ടുപേരും പറഞ്ഞത് 150 എഴുതി. പക്ഷെ നമുക്കത് നോക്കാൻ ഇപ്പോൾ ആ ഒരു റെസ്പോൺസ് ഷീറ്റ് കയ്യിലില്ല. അത് മാത്രമല്ല ഇപ്പൊ എല്ലാം പോയില്ലേ. ഇതൊരു ഗസ്സാണ്. അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയിട്ട് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അണ്ടർ 500 റാങ്ക് ആണ് വേണ്ടെങ്കിൽ നിങ്ങളൊരു 160, 140 ആ ഒരു റേഞ്ച്. 160 ആണെങ്കിൽ ഓക്കെ, കുറച്ചുകൂടി സേഫ് ആണ്. കാരണം കോമ്പറ്റീഷൻ ഓരോ കൊല്ലവും മാറി തിരിഞ്ഞിരിക്കും. അപ്പൊ നമുക്കൊരു എക്സാമിന്റെ ടഫ്നെസ് ഒരു ഫാക്ടർ ഉണ്ട്. ടഫ് എക്സാം ആണെങ്കിൽ സ്കോർ കുറച്ച് മതി. പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ എക്സാം കുറച്ചുകൂടി ടഫർ ആയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അണ്ടർ 1K ആണ് വരണ്ടെങ്കിൽ എൻ്റെ ഒരു ഗസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു 110 ക്വസ്റ്റ്യൻ 115 ക്വസ്റ്റ്യനോളം എത്തുകയാണെങ്കിൽ എത്തും എന്നാണ് തോന്നുന്നത്. അതായത് ഈ 225 ക്വസ്റ്റ്യനകത്ത് 140 അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 600, 800 റേഞ്ചിലോട്ട് എത്തിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഗസ്. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഇവിടെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ നിങ്ങൾ എപ്പോഴും അവെയർ ആവുക. കാരണം ഈ 500 വന്നതിൽ ഒരു 4 പേരെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 പേര് 2 കൊല്ലത്തെ ഇന്റഗ്രേറ്റഡ് നല്ല കോച്ചിങ് കിട്ടിയിട്ടുള്ള ആളുകൾ. അതായത് 2 കൊല്ലത്തെ ഒരു അഡ്വാൻറ്റേജ് അവരിലുണ്ട്. അപ്പോഴത്തേക്കും ഈ ഒരു ഇവിടെ ആ ഒരു അത്ര ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് 2 കൊല്ലത്തെ ഇന്റഗ്രേറ്റഡ് വളരെ കുറച്ച് പേരെയുള്ള റിപ്പീറ്റേഴ്സ് വരുന്നത്. ഇവരെന്താണ് 2 ഇയർ പ്രോഗ്രാം എടുത്ത ആളുകളായിരിക്കും. 2-3 കൊല്ലം ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർ ജെഇ പ്രിപ്പറേഷൻ ആയിരിക്കുന്നു. എല്ലാവരും ജെഇ തന്നെയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും മാത്സ് ഉണ്ട്. അപ്പോൾ മാത്സിന്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 1K കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്നത്, ഈ 1Kയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നീറ്റുകാരും വരും. ഈ ഒരു 1 to 2K ഞാൻ നോക്കിയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറെ നീറ്റുകാരെ കോമ്പറ്റീഷൻ നോക്കാം. അതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീറ്റുകാരനും വന്നു, ഒരു എഞ്ചിനീയറിംഗ് പ്രിപ്പയർ ചെയ്തവരും വന്നു. അപ്പോൾ അവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സിനകത്തൊരു 75 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിക്കകത്തൊരു 60 ക്വസ്റ്റ്യൻ ഫിസിക്സ്, പിന്നെ മാത്സ് ഒരു 90 ക്വസ്റ്റ്യൻ വരും. അപ്പോഴത്തേക്ക് ഒരു നീറ്റിന് മാത്രം നോക്കുന്ന ഒരാൾ, നീറ്റ് മാത്രം ഫോക്കസ് ചെയ്ത ഒരാൾ വന്ന് ഇത് എടുക്കുമ്പോഴത്തേക്ക് അവർക്കൊരു 20-25 കൗണ്ട് വെച്ച് നിർത്തേണ്ടി വരും. അപ്പൊ അതായത് അവർ 90 ക്വസ്റ്റ്യൻ റിസ്ക് ചെയ്ത് വെച്ചിട്ട് ഇതിലാണ് അവർ പഠിക്കുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, നീറ്റിനെ അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ തിയറി നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു തിയറി പെർഫെക്ഷൻ കൊണ്ട് അവർ ചിലപ്പോൾ എന്തായിരിക്കും, ഈ ഫിസിക്സ് ഒരു 60 ക്വസ്റ്റ്യനും എഴുതാൻ പറ്റിയേക്കാം, കെമിസ്ട്രി ഒരു 45 ഓൺ ആൻ ആവറേജ് എഴുതാൻ പറ്റും. അപ്പോഴത്തേക്കും തന്നെ നോക്കി മാത്സ് അവരൊരു 20 ക്വസ്റ്റ്യൻ എഴുതിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു 25 ആ റേഞ്ച് കൂട്ടാം. ഇതൊരു മാക്സിമം ആണ്, അത്യാവശ്യം നല്ലൊരു രീതിയിൽ സ്കോർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ തന്നെ ഇവിടെ എത്രയായി, ഇവിടെ ഒരു 105-135 റേഞ്ചിലോട്ട് അവർക്ക് നീറ്റുകാർക്ക് എത്തിക്കാൻ പറ്റും. ഓൺ ആൻ ആവറേജ് അവർ ഒരു 1.5 ആ റേഞ്ച്, 1.3, അതായത് ഈ ഒരു റേഞ്ച് നമുക്കിതൊരു എക്സാക്ട് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 800 തൊട്ടൊരു 500 വരെ വരുന്ന ഒരു നീറ്റുകാരൻ്റെ ഒരു കോമ്പറ്റീഷൻ കാണും. അത് കഴിഞ്ഞിട്ട് ഒരു ആവറേജിൽ ഒരു ഇച്ചിരി കൂടിയൊക്കെ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് അതൊരു നീറ്റുകാർ തന്നെയായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. കാരണം എഞ്ചിനീയറിംഗ് ആരും ഫിസിക്സും കെമിസ്ട്രിയും ഫോക്കസ് ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ അത്രയും ഫോക്കസ് ചെയ്യുമ്പോൾ അവർ ഇത്രയും നാളും തിയറി നല്ലപോലെ ഫോക്കസ് ചെയ്തേക്കുക. നമ്മൾ ഈ മാത്സിന് ഇടയ്ക്കിടയ്ക്ക് എടുത്തേക്കുന്ന സമയം കൂടി അവർ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് പ്രോബ്ലമാറ്റിക് അല്ലല്ലോ, കുറച്ചുകൂടി തിയറി അല്ലേ. അപ്പൊ അവർ എങ്ങനെ പോയാലും ഒരു 40-45 ഇതൊരു 10 വെച്ച് ഔട്ട് ചെയ്യുന്ന ഒരാൾ പോലും ഒരു 90-95 ക്വസ്റ്റ്യൻ റേഞ്ചിൽ വന്നിട്ട് അതായിരിക്കും ഈ അണ്ടർ 1.5K അല്ലെങ്കിൽ ഒരു 2K നിങ്ങളെ ഫേസ് ചെയ്യുന്ന ഒരു കോമ്പറ്റീഷൻ. അപ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾ മാത്സ് എക്സാം ഫോക്കസ് ചെയ്തുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നീറ്റുകാരെ താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്യുന്നവർ കയറിപ്പോയി. അപ്പോൾ മാത്സിൽ നിങ്ങളൊരു 60 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്സ് 60 ചെയ്യാൻ പറ്റും. നിങ്ങളെ ഫിസിക്സും കെമിസ്ട്രിയും ഡൗൺ ആണ്, നിങ്ങളൊരു 35, ഇവിടെ ഒരു 40 ഒരു ആവറേജ് രീതിയിൽ തന്നെ 40യും ഒരു 45ഉം കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ കെമിസ്ട്രി നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾക്ക് എല്ലാ എൻട്രൻസിലും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ പോകണം കെമിസ്ട്രിയിൽ. അപ്പോഴത്തേക്കും ഒരു 40-40 റേഷ്യോയിൽ നിങ്ങൾ ഇത് എഴുതി വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ 2 ടഫ് അതിലേക്ക് ടഫ് ആവും മാത്സ്. നിങ്ങൾക്ക് നല്ലൊരു പ്രിപ്പറേഷനിൽ ഇവിടെ ഒരു 60 ക്വസ്റ്റ്യനും 40-40 വെക്കാൻ തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 140 ക്വസ്റ്റ്യൻസിൽ എത്താൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ മാത്സിന്റെ ഒരു അഡ്വാൻറ്റേജ്, നിങ്ങൾ അവരെക്കാളും ഫിസിക്സും കെമിസ്ട്രിയും കുറച്ച് അറ്റൻഡ് ചെയ്താൽ പോലും, നിങ്ങളിപ്പോൾ ഇത് കുറച്ച് അറ്റൻഡ് ചെയ്യണമെന്ന് വെച്ചോ, 30 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ,
ഇവിടെ ഒരു 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി, ഇവിടെ എഴുതാൻ പറ്റി. ഇവിടെ നിങ്ങൾ ഒരു നോർമലി ഒരു നീറ്റിന്റെ വരുന്ന ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് അവരെ പുറത്തോട്ട് തള്ളണമെങ്കിൽ നിങ്ങൾ മാത്സ് ഒരു അഡ്വാൻറ്റേജ് ആയി കഴിഞ്ഞാൽ അവിടെ എന്താണ് പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹയർ ലെവലിലോട്ട് വരുന്നത്, അതായത് 75 ഫിസിക്സ് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എന്താണ് 40 കഴിഞ്ഞിട്ടൊരു 35 ടഫ് ആകത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് എത്ര പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിപ്പോയി ഒരു 15 മാർക്കിന്റെ ഇൻക്രിമെന്റേ വരത്തുള്ളൂ. പക്ഷെ മാത്സിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ PYQ കുറെ റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പൊ PYQs നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ ഏകദേശം പകുതിയോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എന്താണ്, ഈ ഒരു സബ്ജക്ട് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇത് 130 ക്വസ്റ്റിന് മേളിൽ എത്താൻ പറ്റും. അതായത് പെർഫെക്റ്റ് ആയിട്ട് ഒരു നീറ്റുകാരനുള്ള ആ ഒരു റേഞ്ചിലോട്ട് കയറാൻ പറ്റും. അതായത് നീറ്റുകാരുടെ ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും പിന്നെ വരുന്നത്. പിന്നീടാണ് അതിനകത്ത് ഈ ഡ്രോപ്പേഴ്സിന്റെ കാര്യം, റിപ്പീറ്റേഴ്സിന്റെ കാര്യം എല്ലാം വരുന്നത്. കാരണം എന്താണ്, ഈ മാത്സ് നിങ്ങൾ വിട്ട് കളയുമ്പോൾ നിങ്ങളെ ഫിസിക്സും കെമിസ്ട്രിയും സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് താഴ്ക്കും. പക്ഷെ നിങ്ങൾക്ക് മാത്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെന്താണ് കയറിപ്പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സാമിന് അവർ അത്രയും വെയിറ്റേജ് സബ്ജക്ട് മാത്സിന് കൊടുക്കുന്നത് 90 ക്വസ്റ്റ്യനെ റിസ്ക് ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം വരും. അപ്പൊ എല്ലാവരും എൻ്റെ ചോദിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും പിടിക്കാവുന്നു, പക്ഷെ ഫിസിക്സിലും കെമിസ്ട്രിയിലും പിടിച്ച ആളൊരു പ്രശ്നം എന്താണ്, നീറ്റുകാരുടെ ഒരു കോമ്പറ്റീഷൻ നല്ല പോലെ വരും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഏകദേശം ഞാൻ നോക്കിയിട്ട് ഈ ഒരു റേഞ്ചിലായിരിക്കും മാർക്ക് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഗസ് പറയാൻ പറ്റാത്ത കാര്യം എന്താണ്, ഫിസിക്സിലും കെമിസ്ട്രിയിലും നീറ്റുകാർ എത്ര പിടിക്കും. നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകൾ ലാസ്റ്റ് മൊമെന്റിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ക്യുസാറ്റ് കാലിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു കോമ്പറ്റീഷനെ പറ്റി നിങ്ങൾ അവെയർ ആവുക. നിങ്ങൾക്കൊരു അണ്ടർ 1.5 വരുവാണെങ്കിൽ നിങ്ങൾ മാത്സ് അവിടെ കളഞ്ഞിട്ട് നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി നേരത്തെ നോക്കുമ്പോഴത്തേക്ക് ഈ നീറ്റുകാരുടെ ഒരു പുഷ് അവിടെ ഫുള്ളും അവിടെ കയറി വരും. അപ്പം അത്രയും ഒരു കോമ്പറ്റീഷൻ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതാണ് ഇനി പറയാനുള്ളത്. ഈ ഒരു കോമ്പറ്റീഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയായിരിക്കും ഈ ഒരു അണ്ടർ 1.5 അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു 900നും ഒരു 1.8നും ഇടയ്ക്ക് അത് നീറ്റുകാരുടെ ഒരു പ്രസൻസ് നല്ലപോലെ ഉണ്ട്. പക്ഷെ അണ്ടർ 500 എല്ലാം വന്നേക്കുന്ന മാക്സിമം എന്താണ് ഈ എഞ്ചിനീയറിംഗ് തന്നെ ഫോക്കസ് ചെയ്ത് നല്ലപോലെ മാത്സ് ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. കാരണം അവന്മാരെല്ലാവരും കൂടി മാത്സ് കുറച്ച് വീക്കായിട്ട് പോലും ഫിസിക്സ് കെമിസ്ട്രിയിലും കൂടിയൊക്കെ വെച്ചാണ് കയറിയിരിക്കുന്നത്. അതായത് അവരിൽ അത്രത്തോളം മാത്സ് ചെയ്യാനുണ്ട്. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ 3 സബ്ജക്റ്റും കൂടി ഈക്വൽ ആയിട്ട് ഫോക്കസ് ചെയ്യാം. പിന്നെ ടോപ്പിക്ക് വൈസ് ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ കുറച്ചുകൂടിയൊക്കെ PYQ അനലൈസ് ചെയ്തിട്ട് പറയാം. അത് അപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോയുടെ ഒരു റെസ്പോൺസ് പോലെ ആയിരിക്കും. ഇതിന് നല്ലൊരു റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ ഞാനത് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ എന്താണ് ഗ്രാജുവേറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. ഇനി എന്ന ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടൻ്റ്, അതായത് എത്രത്തോളം വെയിറ്റേജ് വരും എന്നുള്ളത്, അതായത് ഒരു അപ്രോക്സിമേഷൻ എത്ര നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത്. ഇതാണ് ഇനി പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരു സേഫർ റാങ്ക് കിട്ടണമെങ്കിൽ ഒരു 110 തൊട്ട് ഒരു 130 ആണ് ഒരു സേഫർ സോൺ. അതായത് ഒരു 130 തൊട്ടൊരു 160 ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു അണ്ടർ 1K, അതായത് ഒരു ഏകദേശം ഒരു 800 റേഞ്ചിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഷുവർ ചെയ്യാം. അത് ഈ ഒരു വേരിയേഷൻ എന്താണ്, ഈ കൊല്ലം വരുന്ന ആ ഒരു കോമ്പറ്റീഷൻ എത്രയെന്നുള്ളതാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ ഇവിടുത്തെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്റഗ്രേറ്റഡ് കാരായിരിക്കും, അല്ലെങ്കിൽ 2 കൊല്ലമൊക്കെ ഉള്ളതാണ്. കാരണം നിങ്ങളിപ്പോൾ റിസൾട്ട് നോക്കിയാലും റിസൾട്ടിനകത്ത് കൂടുതൽ വരുന്നത് എന്താണ്, ഇന്റഗ്രേറ്റഡ് കാരുടെ പുഷാണ്. അപ്പോഴത്തേക്ക് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ക്രാഷ് എടുക്കുമ്പോൾ നിങ്ങൾ, അതായത് ഈ ഒരു കോമ്പറ്റീഷൻ, അതായത് എവരെ എങ്ങനെ ബീറ്റ് ചെയ്യാന്നുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് എവരെക്കാളും കയറിപ്പോകാൻ പറ്റത്തുള്ളൂ. അതായത് 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം കൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് മുന്നോട്ട് പുഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത്രയും പുഷ് ചെയ്തേ വരത്തുള്ളൂ. കാരണം നിങ്ങൾ ഒരു 3 മാസം കൊണ്ട് എത്തുമ്പോൾ ആ ഒരു രീതിയിലോട്ട് പ്ലാൻ ചെയ്ത് വേണം നിങ്ങൾ പോകാൻ. കാരണം ഈ ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും ഒരു അണ്ടർ 1K നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു 1K ആണ് നിങ്ങൾ എയിം ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്ക് ഒരു 2-3 മാസം സമയമുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെ പോകാന്നുള്ളത് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി ഫൈൻഡ് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റില്ല. കാരണം എവരെക്കാളും മുന്നിലെത്തണം.